നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 2 മണിയോടെയായിരുന്നു അന്ത്യം. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. സംസ്കാരം ഷൊർണൂരിലുള്ള വീട്ടിൽ വച്ച് നടക്കും. 60-ലധികം സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1980-ൽ PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന ചിത്രത്തിൽ ഒരു സ്റ്റുഡിയോ ബോയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് മേഘനാഥൻ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. സൌരോർജ്ജ കരാറിന് കോടികൾ കൈക്കൂലി. ഗൌതം അദാനിക്കെതിരെ അമേരിക്കയിൽ വഞ്ചനാ കേസ്. അദാനി ഗ്രൂപ്പ് തലവൻ ഗൌതം അദാനിക്കെതിരെ അമേരിക്കയിൽ കൈക്കൂലി, വഞ്ചനാ കുറ്റങ്ങൾ ചുമത്തി. സൌരോർജ്ജ കരാറുകൾ ലഭിക്കുവാനായി ഗൌതം അദാനി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നു. കോഴ നൽകിയെന്ന വിവരം രാജ്യാന്തര നിക്ഷേപകരിൽ നിന്നും മറച്ചുവച്ചു. 1476 കോടി രൂപ നിക്ഷേപം സമാഹരിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അനന്തരവൻ സാഗർ അദാനി ഉൾപ്പെടെ 7 പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. നാഗ്പൂരിൽ EVM മെഷീനിൽ തിരിമറിയെന്ന ആരോപണം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച വാഹനം ആക്രമിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറിയെന്ന ആരോപണം. EVM മെഷീനുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച വാഹനം ആക്രമിച്ചു. ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടയുകയായിരുന്നു. തുടർന്ന് വലിയ സംഘർഷമുണ്ടായി. പിന്നീട് പോലീസ് എത്തി ഉദ്യോഗസ്ഥനെയും മെഷീനും സ്റ്റേഷനിലേക്ക് മാറ്റി. തുടർന്ന് BJP കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുൻപിൽ വലിയ പ്രതിഷേധവുമായി എത്തി. EVM മെഷീൻ വോട്ടെടുപ്പിന് ഉപയോഗിച്ചതല്ലെന്നാണ് പോലീസ് പറയുന്നത്. വനിതാ സിവിൽ പോലീസ് ഓഫീസറെ പീഡിപ്പിച്ചു, വീട്ടിലെത്തി ഉപദ്രവിച്ചു, SI അറസ്റ്റിൽ. സഹപ്രവർത്തകയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം SI വിൽഫറിനെയാണ് പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. വനിതാ സിവിൽ പോലീസ് ഓഫീസറാണ് വിൽഫറിനെതിരെ പരാതി നൽകിയത്. വീട്ടിലെത്തി ഉപദ്രവിച്ചുവെന്നും പരാതിയിലുണ്ട്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. വിവാഹമോചന കേസ് സമയത്തും ഭർതൃഗൃഹത്തിലെ സൌകര്യങ്ങൾക്ക് അർഹത. മലയാളി ദമ്പതികളുടെ കേസിൽ സുപ്രീം കോടതി.
വിവാഹമോചന കേസ് നടക്കുമ്പോഴും ഭർതൃഗൃഹത്തിൽ നേരത്തെ ലഭിച്ചിരുന്ന അതേ സൌകര്യങ്ങൾക്ക് സ്ത്രീക്ക് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വിവാഹമോചന കേസ് നടക്കുന്നതിനിടെ സ്ത്രീക്ക് ഇടക്കാല ജീവനാംശമായി പ്രതിമാസം 1.75 ലക്ഷം രൂപ നൽകുവാൻ ഭർത്താവിനോട് നിർദ്ദേശിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. 2008 വിവാഹിതരായ മലയാളി ദമ്പതികളുമായി ബന്ധപ്പെട്ടതാണ് കേസ്. ഡോക്ടറായ ഭർത്താവാണ് 2019 വിവാഹമോചന ഹർജി നൽകിയത്. ഇത് നിലനിൽക്കെ ജീവനാംശമായി പ്രതിമാസം 2.5 ലക്ഷം രൂപയും കേസ് ചെലവിലേക്ക് 2 ലക്ഷം രൂപയും നൽകണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ചെന്നൈ കുടുംബ കോടതിയെ സമീപിച്ചു. MSc യോഗ്യതയുള്ള തനിക്ക് നേരത്തെ ജോലിയുണ്ടായിരുന്നുവെന്നും ഭർത്താവിന്റെ നിർബന്ധപ്രകാരം ഇത് ഉപേക്ഷിക്കേണ്ടി വന്നെന്നും ചൂണ്ടിക്കാട്ടി. ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച സ്ത്രീയുടെ കൈപ്പത്തി അറ്റു. കർണാടക ബാഗൽകോട്ട് ജില്ലയിലെ ഇൽക്കലിലാണ് സംഭവം. ബാസമ്മ എർണാൽ എന്ന സ്ത്രീയുടെ കൈപ്പത്തികളാണ് പൊട്ടിത്തെറിയിൽ നഷ്ടപ്പെട്ടത്. ഓൺലൈനിലൂടെ വാങ്ങിയ ഹെയർ ഡ്രയറാണ് പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വിശാഖപട്ടണത്ത് നിർമ്മിക്കുന്ന ഹെയർ ഡ്രയർ ബാഗൽകോട്ടിൽ നിന്നാണ് കയറ്റി അയച്ചത്. ഉപകരണത്തിന്റെ ഉറവിടവും ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും കണ്ടെത്തുവാൻ ഇൽക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വയനാടിനോടുള്ള കേന്ദ്ര അവഗണന പ്രധാന അജണ്ട. മുഖ്യമന്ത്രി വിളിച്ച MP-മാരുടെ യോഗം ഇന്ന്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് യോഗം. പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളായിരിക്കും പ്രധാന അജണ്ട. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമാകാത്തത് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പാർലമെന്റിൽ ഒരുമിച്ച് ഉന്നയിക്കണമെന്ന അഭ്യർത്ഥന മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കും. കേന്ദ്രത്തിൽ നിന്നും വിവിധ തരത്തിൽ നേരിടുന്ന അവഗണനയെ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നായിരിക്കും സർക്കാർ അഭ്യർത്ഥിക്കുക. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ കേന്ദ്ര നിലപാട് അറിഞ്ഞ ശേഷം നിയമ നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാരിന്റെ നീക്കം. തീരാനോവായി ദേവനന്ദ. നാട്ടുകാരും സഹപാഠികളും നോക്കി നിൽക്കെ അത്യാഹിതം. നാട്ടുകാരും സഹപാഠികളും നോക്കി നിൽക്കെയായിരുന്നു ചീറിപ്പാഞ്ഞു വന്ന ട്രെയിനിന് മുൻപിൽ ദേവനന്ദയുടെ ജീവൻ നഷ്ടമായത്. നിമിഷനേരം കൊണ്ട് കൺമുന്നിൽ സംഭവിച്ച അത്യാഹിതം കണ്ട ഞെട്ടലിലാണ് സഹപാഠിയും ദേവനന്ദയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച +2 വിദ്യാർത്ഥിയായ അഹമ്മദ് നിഹാലും സാക്ഷി രാജേഷ് എന്ന നാട്ടുകാരനും. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയും ചാത്തന്നൂർ സ്വദേശിനിയുമാണ് ദേവനന്ദ. മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ ഷട്ടൽ ട്രെയിനിന് മുന്നിലൂടെ ദേവനന്ദയും കൊട്ടിയം സ്വദേശിയായ കൂട്ടുകാരിയുമൊത്ത് രണ്ടാമത്തെ പാളത്തിലേക്ക് കയറുന്ന സമയത്ത് നേത്രാവതി എക്സ്പ്രസ് വരുമ്പോൾ പ്രദേശവാസിയായ രാജേഷ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. അപകടം മനസ്സിലാക്കിയ രാജേഷും ജംഗ്ഷനിലുണ്ടായിരുന്നവരും ട്രെയിൻ വരുന്നെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടെ ഷട്ടിൽ ട്രെയിൻ ഹോൺ മുഴക്കുകയും ചെയ്തതോടെ നാട്ടുകാർ വിളിച്ചു പറഞ്ഞത് ഇരുവരും കേട്ടില്ല. പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന അഹമ്മദ് നിഹാൽ പകച്ചു നിൽക്കാതെ ദേവനന്ദയെയും കൂട്ടുകാരിയും പാളത്തിൽ നിന്നും കൈപിടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചിട്ടുവെങ്കിലും ദേവനന്ദയെ മുകളിലേക്ക് വലിച്ചു കയറ്റുവാനുള്ള ശ്രമം വിഫലമാവുകയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചെലവിൽ പുറപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയെന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.